ആശുപത്രിയിൽ വിദ്യാർത്ഥിനിയായ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഓഗസ്റ്റ് 9-നാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഗുരുതരമായ പരിക്കുകളോടെ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുമെന്ന സുപ്രീം കോടതിയുടെ ഉറപ്പിന് പിന്നാലെയാണ് ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സമരം അവസാനിച്ചെങ്കിലും ഈ സംഭവം സൃഷ്ടിച്ച കോലാഹലങ്ങൾ ഒതുങ്ങിയെങ്കിലും ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ എണ്ണം ഒതുങ്ങുന്നില്ല. രാത്രി ഷിഫ്റ്റ് എടുക്കുന്ന ഡോക്ടർമാരിൽ 1/3 പേരും സുരക്ഷിതരല്ലെന്നാണ് IMAയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ തന്നെ കൂടുതൽ സുരക്ഷിതരല്ലാത്തത് സ്ത്രീകളാണെന്നും ഈ പഠനം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓൺലൈനായി നടത്തിയ സർവേയിലെ വിവരങ്ങളാണ് ഇതെല്ലാം. രാത്രി ഷിഫ്റ്റ് എടുക്കുന്ന ഡോക്ടർമാരിൽ 45% പേർക്കും ഡ്യൂട്ടി റൂം ലഭിക്കാറില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർവേ നടത്തി 24 മണിക്കൂറിനുള്ളിൽ 3885 വ്യക്തിഗത പ്രതികരണങ്ങൾ ലഭിച്ചു. പ്രതികരിച്ചവരിൽ 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരുണ്ട്. അവരിൽ തന്നെ 85% പേരും 35 വയസ്സിന് താഴെയുള്ളവരും 61% പേർ ഇന്റേൺസോ PG വിദ്യാർത്ഥികളോ ആണ്. മാത്രമല്ല ഈ സർവേയിൽ പങ്കെടുത്തവരിൽ 63% സ്ത്രീകളാണ്. ഡ്യൂട്ടി റൂമുകൾ ഇല്ലാത്തതിന് കാരണമായി സൂചിപ്പിക്കുന്നത് തിരക്കും സൗകര്യമില്ലായ്മയും പൂട്ടുകൾ കാണാത്തതുമൊക്കെയാണ്. ലഭ്യമാകുന്ന മുറികളിൽ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളില്ല. മാത്രമല്ല പകുതിയിലധികം ഡ്യൂട്ടി റൂമുകളും സ്ഥിതി ചെയ്യുന്നത് വാർഡിൽ നിന്നും കാഷ്വാലിറ്റിയിൽ നിന്നോ വളരെ അകലെയാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സർവേയിലൂടെ അവർ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് എക്സ്പീരിയൻസ്ഡ് ആയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, CCTV ക്യാമറകൾ സ്ഥാപിക്കുക, ശരിയായ ലൈറ്റ് സൗകര്യങ്ങൾ ഉറപ്പാക്കുക, സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, പൂട്ടുകളുള്ള സുരക്ഷിതമായ ഡ്യൂട്ടി റൂമുകൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഡോക്ടർമാരുടേത്.